തിരഞ്ഞെടുപ്പിലേക്ക് രണ്ടാഴ്ചത്തെ ദൂരം മാത്രം ബാക്കി. ഈ ഘട്ടത്തിൽ ബിഷപ്പുമാരും പുരോഹിതന്മാരും സഭാവിശ്വാസികളും സമരത്തിനിറങ്ങിയതിനു പിന്നിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് വ്യക്തം. ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടിന്റെ ഗതിക്ക് ചൂണ്ടുപലകയായി പ്രതിഷേധം വിലയിരുത്തപ്പെടുന്നുമുണ്ട്. വയനാട്ടിലും പത്തനംതിട്ട തുലാപ്പള്ളിയിലും കണ്ടത് ജനരോഷമായിരുന്നുവെങ്കിൽ ഇവിടെ സമരരംഗത്ത് പുരോഹിതന്മാരായിരുന്നു കൂടുതൽ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തുലാപ്പള്ളി സ്വദേശി ബിജു മാത്യു അടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമായതുകൊണ്ട് പ്രതിഷേധം ഒഴിവാക്കപ്പെടേണ്ടതല്ലെന്ന് ക്രിസ്തീയ സഭകൾ നിലപാടെടുക്കുക കൂടിയാണിവിടെ. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം സമരത്തിനില്ലെന്ന് വിശദീകരിക്കുകയാണ് നേതൃത്വം. ഇതിനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, അവരവരുടെ മനസാക്ഷി അനുസരിച്ചും അവരവരുടെ ബോധ്യം അനുസരിച്ചും അവർ വോട്ട് ചെയ്യുക. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കറന്റ് അഫയേഴ്സ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധമാണിത്. വന്യജീവി ആക്രമണം നിരന്തരം സംഭവിക്കുന്ന മേഖല, വനാതിർത്തി ഗ്രാമങ്ങൾ വിട്ട ആളുകൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം എന്നിവ കണക്കിലെടുത്താണ് തണ്ണിത്തോടിനെ സമരവേദിയാക്കിയതെന്ന് നേതൃത്വം വിശദീകരിച്ചു. ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ, മലങ്കര കത്തോലിക്ക, ഇവാഞ്ചലിക്കൽ സഭാ മെത്രാപ്പൊലീത്തമാരടക്കം സമരത്തിന്റെ ഭാഗമായി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.